الرحمن علم القرآن خلق الإنسان علمه البيان. الرحمن കാരുണ്യവാനായ റബ്ബ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു നമ്മെ പൊതിയുമാറാകട്ടെ. എപ്പോഴും അല്ലാഹുവിനോട് യാ റഹ്മാൻ അദ്ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ, അല്ലാഹുവേ നീ റഹ്മാനല്ലേ റബ്ബേ, നീ കാരുണ്യവാനല്ലേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് തരണം പടച്ചോനെ. ഇത് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. റഹ്മാൻ, അല്ലാഹുവിനെ യാ അല്ലാഹ് എന്ന് വിളിക്കേണ്ട പോലെ വിളിക്കേണ്ട പേരാണ് യാ റഹ്മാൻ. قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى. അല്ലേ, അല്ലാഹ് വിളിച്ചോളി, യാ അല്ലാഹ്, യാ റഹ്മാൻ ഇതും വിളിച്ചോളി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രോപ്പർ നെയിമാണ് അല്ലാഹ്, പടച്ചതമ്പുരാൻ, അൽ മഅബൂദ് അൽ വാജിബുൽ വുജൂദായ അല്ലാഹുവിന്റെ പേരാണ് അല്ലാഹ്, ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അതേപോലത്തെ പേര് തന്നെയാണ് അർ റഹ്മാൻ. റഹ്മാനായ പടച്ചവനെ ഗഫൂറാണ് അല്ലാഹ്, റഹീമാണ് അല്ലാഹ്, സാത്തിറാണ്, സത്താറാണ്, ഗഫാറാണ്, ഇതൊക്കെ പറയാം. അല്ലാഹ് എന്ന് പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റുന്ന പേരാണ് അർ റഹ്മാൻ. എന്തേ അല്ലാഹ് അങ്ങനെ പറയാൻ കാരണം എന്നാ? നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചോളി, അർ റഹ്മാൻ എന്ന് വിളിച്ചോളി. എന്തേ? അല്ലാഹു തആല കൽപ്പനകൾ തരുന്നത് ശരീരത്തിന് ഭാരമാണ്. അല്ലേ, നമ്മുടെ മുതലാളി പറയാണ് നാളെ മുതൽ ഡ്യൂട്ടിക്ക് നിങ്ങൾ തോന്നുമ്പോ വന്നോളി, തോന്നുമ്പോ സൈൻ ചെയ്ത് പോയിക്കോളി. അങ്ങനെ സങ്കല്പിക്കുന്ന ആളൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ, അല്ലാതെ നീച്ചോണ്ടേ അങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നേരം വെളുത്ത് ഒരുങ്ങിപ്പോണ്ടേ. ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു നല്ല ജോലി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരാളുടെ ഡ്യൂട്ടിയിൽ വിചാരിക്കുക 6 മണിക്ക് വരണമെന്നൊന്നുമില്ല, നിങ്ങൾ 11 മണിക്ക് വന്ന് 2 മണിക്ക് പോയാലും നിങ്ങൾക്ക് സാലറി ഫുൾ പേയ്മെന്റ് തന്നെ കിട്ടും. അതാണോ എളുപ്പം? അതല്ല, രാവിലെ 7 മണിക്ക് പഞ്ച് ചെയ്തിരിക്കണം, 7:01 ആയാൽ ഹാഫ് ഡേ സാലറി പോയി. 1/2 മണിക്കൂർ 1 മണിക്കൂർ ലേറ്റ് ആയാൽ ഫുൾ ഡേ നിങ്ങൾക്ക് പോയി. 4 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് ഓഫീസ് ലീവ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ പഞ്ചിങ് കാർഡ് ആദ്യം കൊടുത്ത് പറഞ്ഞേക്കാൻ നിങ്ങളെ കൈ തന്നെ മുറിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾ തന്നെ പഞ്ച് ചെയ്യും വേണം. ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ. ഇതിൽ ഏതാ നമുക്ക് ആശ്വാസം? ആദ്യം പറഞ്ഞതോ രണ്ടാമത്തതോ? ആദ്യം പറഞ്ഞത് അല്ലേ? എന്തേ? ഈ നിയമങ്ങൾ ഭാരമാണ്. ഇഫ്അൽ ഔ ലാ തഫ്അൽ, ചെയ്യുക ചെയ്യാതിരിക്കുക, ഇത് അള്ളാഹുവിന്റെ റൂളാണ്. കാരണം ഭൂമിയിലേക്ക് വരാൻ മനുഷ്യനെന്ന സൃഷ്ടിപ്പ് അള്ളാഹു നടത്തി. ഈ മെഷീന്റെ കാറ്റലോഗ് പരിശുദ്ധ ഖുർആനാണ്. ഏതൊരു സാധനം മാനുഫാക്ചർ ചെയ്താൽ അതിന്റെ മാനുവൽ വേണം, അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഈ ശരീരത്തിന്റെ കയ്യും കാലൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന മാനുവൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമാണ്. ഇതിലിങ്ങനെ നീ തോന്നിയതൊക്കെ ചെയ്തോ, തോന്നിയതൊക്കെ കണ്ടോ, തോന്നിയതൊക്കെ നീ പ്രവർത്തിച്ചോ, ഇത് പറയലും യഗുള്ളൂ മിൻ അബ്സാരിഹിം, ഒരു കണ്ണ് ചിമ്മണം. അല്ലേ, വലാ യഗ്തബ് ബഅദുകും, നാവ് കൊണ്ട് നിങ്ങൾ ഗീബത്ത് പറയരുത്. അല്ലേ, ഇതൊക്കെ നിയമങ്ങൾ പറയുമ്പോ ഭാരം തോന്നും. അതാണ് സനഖുറു ലക്കും അയ്യുഹസ് തഖലാൻ, 2 വിഭാഗമേ എന്നാണ് അർത്ഥം. തഖലാൻ, തഖൽ എന്ന വാക്ക് സഖീൽ എന്നതിൽ നിന്നാണ്. സഖീൽ എന്ന് പറഞ്ഞാൽ ഹെവി, ഭാരമുള്ളതെന്നാണ്. കാരണം ജിന്നും ഇൻസും അള്ളാഹുവിന്റെ നിയമം തലയിൽ വെച്ചവരാണ്, അത് ഭാരമുള്ളതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് ചെയ്യണം ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭാരം തോന്നുന്നതെങ്കിൽ റഹ്മാൻ, ഇത് പറയുന്നത് കാരുണ്യവാനാണെന്ന് വിചാരിച്ചേക്കണം. ഞാൻ നിങ്ങളോട് കരുണ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്റെ സ്വർഗത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എന്റെ നിയമങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആകെ ബുദ്ധിമുട്ടായി ഇടങ്ങേറായി ജീവിക്കല്ല. ഇത് റഹ്മാൻ, കാരുണ്യവാനാണ് എന്നോട് ഈ പറയുന്നത്. നോക്കണം, അള്ളാഹുവിന്റെ നിയമത്തെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു റഹ്മാൻ എന്നാണ് പ്രയോഗിക്കുന്നത്. കാരുണ്യവാനാണ്, നിങ്ങളോട് റഹ്മത്തോണ്ടാണ് ഈ പറയുന്നത്. റോഡ് മുറിച്ചു കടക്കാൻ ഓടി കയ്യിൽ കുതറിയോടുന്ന കുഞ്ഞിനെ കൈപിടിച്ചു വെക്കുന്ന ഉമ്മ, ഈ കുഞ്ഞിനറിയില്ല എന്തിനെന്റെ ഉമ്മ ഈ പിടിച്ചു വെക്കുന്നത്. കുഞ്ഞിനപ്പുറം കണ്ട തന്റെ സുഹൃത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോണം, പക്ഷെ റോഡ് ക്രോസ് ചെയ്താൽ ആക്സിഡന്റ്, കുഞ്ഞ് മരിച്ചു. കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഉമ്മ. ഇത് റഹ്മത്താണ് മോനെ, ഉമ്മാക്ക് റഹ്മത്ത് കൊണ്ടാണ് ഈ ഉമ്മയെ പിടിച്ചു വെച്ചത് എന്ന് പറഞ്ഞു തരുന്ന പോലെ അവിദു റഹ്മാൻ, الرحمن കാരുണ്യവാൻ. അല്ലാഹു തആല അല്ലമൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഖുർആൻ പഠിപ്പിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന
വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ ശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കറിയുന്നത് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോ എന്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാവുന്ന ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇതിലേറെ അറിയുന്ന ആൾക്കാർ സദസ്സിലിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിലും അറിയുന്ന വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, ഏതൊരാൾക്ക് മീതെയും അയാളെക്കാൾ അറിയുന്ന മറ്റൊരാളുണ്ടെന്നാണ്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, വേറൊരു കാര്യമായ അലീം വന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നുമല്ലാത്ത 1000 കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ടാവും. പക്ഷെ നമുക്കറിയുന്നത് പറഞ്ഞു കൊടുക്കുക. നമുക്കൊരു ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അതൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എന്റെ റൂമിലുള്ള ആൾക്ക് നിസ്കരിക്കാൻ വയ്യ, ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അറിഞ്ഞവൻ എത്ര നിസ്കരിക്കാം, അതുകൊണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കും, നിങ്ങൾക്കും കിട്ടുകൂലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അത് പഠിപ്പിക്കും. എന്താണോ പറ്റുന്നത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങളിൽ ഖൈർ ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്. യാ അല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ അറിയുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം ഒരാൾക്ക് തോന്നി ഞാൻ ഈ ചെയ്തതിനേക്കാളൊക്കെ ഖൈർ മറ്റോന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഹാഫിളായി, കുട്ടി പഠിച്ച് ഹാഫിളായി എന്ന് വിചാരിക്കുക. ഹാഫിളായ കുട്ടിക്ക് തോന്നാണ്, പഠിച്ചോനെ ഞാനിപ്പോ ഈ ഹാഫിളായ കാലം കൊണ്ട് ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് തോന്നിപ്പോയാൽ അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിഷേധിച്ചു എന്നാണ് അതിനർത്ഥം. മഅദല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ അവരൊക്കെ വളരെ ചെറിയ ശമ്പളം വെച്ച് ജീവിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല, പടച്ചവനെ എന്നെക്കാളും ഖൈറ് അള്ളാഹു ഈ ഒരു പൊസിഷൻ. മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, അല്ലെ, നമ്മുടെ സ്ഥാപനങ്ങൾ അറബി കോളേജുകളിലും മദ്രസകളിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവർക്ക് ശമ്പളം കൂട്ടുക എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഭയങ്കര ഒച്ചപ്പാടാ. സുബ്ഹാനല്ലാഹ്, 1000-2000 കൊടുത്തിട്ട് ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ ജോലി ചെയ്യുക. അവർക്ക് എന്തെങ്കിലും വീടുണ്ടാക്കണ കുട്ടികളെ കെട്ടിക്കണമെങ്കിൽ വിസിറ്റ് എടുത്ത് വരണം. എന്തേ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണില്ല? എന്നാ കൊടുക്കല്ലേ ഒരു 1000 റുപ്യ. പടച്ചോനെ എന്താണ് എന്റെ കുഷാറ്. യാ അല്ലാഹ്, ഒരു 1000 റുപ്യക്ക് കൂട്ടാൻ വയ്യ. ഈ ഉസ്താദുമാർ കൊടുക്കണ മുഴുവൻ ശമ്പളം അവന്റെ പെരക്ക് ഒരു ദിവസം തിരയുണ്ടാവില്ല. അത് ചിന്തിക്കൂല. അവർക്ക് മാന്യമായ മൈഷ കൊടുക്കണം, മആശ കൊടുക്കണം. നിങ്ങളൊക്കെ എന്റെ കമ്മിറ്റിക്കാരാണെങ്കിൽ നാട്ടിലത് റൈസ് ചെയ്യണം ഇത്തരം വിഷയങ്ങൾ. ഖൈറുക്കും, നിങ്ങളിൽ ഖൈറായവർ അവരാണ്. അവർക്ക് ഒരിക്കലും തോന്നിപ്പോകരുത്, പടച്ചോനെ ഈ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന കാലം കൊണ്ട് എനിക്ക് വല്ല ബിസിനസ്സും തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെ, വല്ല കാട് കച്ചവടോ മറ്റേന്തെങ്കിലും ടൈപ്പിംഗ് സെന്ററോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന്, അതായിരുന്നു പടച്ചോനെ ഖൈർ എന്ന് അവർക്ക് തോന്നാൻ ഇടവരുത്തരുന്നു നമ്മൾ. ഖൈറുക്കും, അള്ളാഹു ചെയ്ത വലിയ നിഅമത്ത് അതാണ്. ഏറ്റവും വലിയ നിഅമത്ത് ഖുർആൻ പഠിക്കാൻ മനസ്സിലാക്കാനും നമുക്ക് അതിനുള്ള ബ്രെയിനും അതിനുള്ള തലച്ചോറും സഅത്തുസ്സദർ ഹൃദയത്തിന്റെ വിശാലതയും അള്ളാഹു തരുന്നത് വലിയ നിഅമത്താണ്. അത് നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അർ റഹ്മാൻ, കാരുണ്യവാനാണ് അള്ളാഹു. ഈ കാരുണ്യത്തിൽ കോടാനുകോടി കാരുണ്യങ്ങൾ മുഴുവനും അങ്ങോട്ട് എടുത്തു വെച്ചാൽ അതിലെ ഏറ്റവും ആദ്യം പറയേണ്ട കാരുണ്യം എന്താണ്? അല്ലമൽ ഖുർആൻ, അള്ളാഹു നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചില്ലേ എന്നതാണ്. യാ അല്ലാഹ്, ഭാഷയില്ലാത്ത, അല്ലെ, കലാമുകളില്ലാത്ത വാക്കുകൾ അള്ളാഹുവിന്റെ വചനത്തെ സംബന്ധിച്ച് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അങ്ങനത്തെ റബ്ബ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ, അറബ് ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഒരു മീഡിയേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അറബ് മനസ്സിലാക്കുന്നവർക്ക് എളുപ്പം ഗ്രഹിക്കാവുന്ന രീതിയിൽ അള്ളാഹുവിന്റെ കലാം ഒരു ഗ്രന്ഥമായി നമുക്ക് തന്നില്ലയോ? ഇതിനു വലിയ നിഅമത്ത് എന്താണ്? അല്ലമൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചു. ഇത് വലിയ നിഅമത്താണ്. എന്തെല്ലാം നിഅമത്ത് പറയാനുണ്ട്. അല്ലമൽ ഖുർആൻ എന്നിട്ടാ പറയുന്നത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. നേരത്തെ പറഞ്ഞു, നേരെ മറിച്ചാ പറയേണ്ടെന്ന് തോന്നിപ്പോകും. കാരുണ്യവാൻ, മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു. കാരണം മനുഷ്യനാണല്ലോ ഖുർആൻ പഠിപ്പിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞതോ കാരുണ്യവാൻ, ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു. എന്ത് ലക്ഷ്യത്തിന് മനുഷ്യനെ പടക്കുന്നു? നമ്മൾ എന്തിനാ ഒരു സാധനം ഉണ്ടാക്കേണ്ടത്? അതിന്റെ ലക്ഷ്യം കാലേ കൂട്ടി കണ്ടെത്തണം. അള്ളാഹു മനുഷ്യനെ കാരണം ലക്ഷ്യമുണ്ടായിട്ടേ സാധനം ഉണ്ടാക്കുള്ളൂ, അല്ലേ? നമുക്ക് പൈസ ഉണ്ടാക്കണം, അതിനാ നമ്മൾ ജോലിക്ക് പോണത്. ആദ്യം ആ ലക്ഷ്യം മനസ്സിൽ വരുന്നുണ്ട്, അല്ലേ? അതിനാ ബിസിനസ് തുടങ്ങുന്നത്, അല്ലേ? നല്ല റാഹത്തുള്ളൊരു കുടുംബജീവിതം വേണം, ഇത് ആഗ്രഹിക്കുമ്പോഴാണ് വിവാഹത്തിലേക്ക് പോകുന്നത്. ലക്ഷ്യം ഉണ്ടായിട്ടാണ് നമ്മൾ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹു മനുഷ്യനെ പടക്കുന്നതിന്റെ ലക്ഷ്യം എന്താ?
അല്ലമൽ ഖുർആൻ, ഈ ഖുർആൻ അറിയാനാണ്. ഇത് ഭൂമിയിലെ മനുഷ്യനെ ആകാശലോകവുമായി ബന്ധിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കയറാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം. ഇത് മനുഷ്യനെ മലക്കുകളുടെ ലോകത്തേക്ക്, അള്ളാഹുവിന്റെ ലോകത്തേക്ക് പടച്ചതമ്പുരാനുമായി ബന്ധിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അറിയണം. ഈ അറിയിപ്പ് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു തആല പറയുന്നു, കുൻതു കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബ്തു അൻ ഉഅറഫ ഫഖലഖതുൽ ഖലായിഖ്. കുൻതു കൻസൻ മഖ്ഫിയൻ. മനുഷ്യരില്ലാത്തൊരു കാലം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഭൂമിയോ പ്രപഞ്ചങ്ങളോ ഇല്ലാത്ത കാലം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. കുൻതു കൻസൻ മഖ്ഫിയൻ, ഞാൻ അറിയപ്പെടാത്ത ഒരു നിധിയായിരുന്നു. അല്ലാഹു തആല പറയാ, കൻസൻ മഖ്ഫിയൻ, ഒരു ട്രഷർ, an unknown treasure, ആർക്കും അറിയാത്ത ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയായിരുന്നു ഞാൻ. അല്ലാഹു പറയാണ്, ഫഅഹ്ബബ്തു അൻ ഉഅറഫ, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖതുൽ ഖലായിഖ്, അങ്ങനെയാണ് ഞാൻ സൃഷ്ടിജാലങ്ങളെ പടച്ചത്, അങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്, ആകാശ ലോകങ്ങൾ പടച്ചത് എന്നെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ എന്നെ അറിയുക എന്നതാണ് സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം. അള്ളാഹുവിനെ അറിയുന്നത് എവിടെയാണ്? അള്ളാഹുവിന്റെ വാക്കുകളിലൂടെയാണ്, പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതുകൊണ്ട് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ ഞാൻ പടച്ചു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി.